Hi, welcome to MITCOM. In this particular video, we will be discussing one important aspect from vibrational spectroscopy. The vibrational spectroscopy is an important aspect in the case of KTU S2 chemistry, then in various chemistry related competitive examination in BSc chemistry or MSc chemistry courses. So this question is very important. Before going to the question, we would like to inform you that in our channel, there are various playlists are available associated with the Class 10 plus 1 plus 2 physics chemistry topic, quantitative aptitude and reasoning topics, Indian polity topics. Videos are discussed in both Malayalam as well as in English. ക്ലാസ്സുകൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ മെനി വൈബ്രേഷണൽ മോഡ്സ് ആർ പോസിബിൾ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ? സ്കെച്ച് ദ വൈബ്രേഷണൽ മോഡ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിന്റെ വൈബ്രേഷണൽ മോഡ്സിനെ പറ്റി കാണുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വൈബ്രേഷണൽ മോഡ് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഷൻസ് പോസിബിൾ ആണ്. അതായത് ഒരു മോളിക്യൂളിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുക. അതായത് എക്സ് കോർഡിനേറ്റിലോ വൈ കോർഡിനേറ്റിലോ ഇസഡ് കോർഡിനേറ്റിലോ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. The second one is called rotational motion. And the third one എന്ന് പറയുന്നത് vibrational motion. നമ്മളിവിടെ കൺസേൺ ആയിരിക്കുന്ന വൈബ്രേഷണൽ മോഡുകളെ പറ്റി മാത്രമാണ്. ഇനി നമ്മളൊരു മോളിക്യൂളിനകത്ത് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എങ്കിൽ, അതിനകത്തെ ടോട്ടൽ മോഡ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into n അഥവാ 3n ആയിരിക്കും. ഇനി നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷനോ റൊട്ടേഷണൽ മോഷനോ നോക്കുവാണെങ്കിൽ, ട്രാൻസ്ലേഷൻ ക്യാൻ ഹാപ്പൻ അലോങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഓർ ഇസഡ് ആക്സിസ്. സോ വി ഹാവ് 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പോൾ ഇൻ ടോട്ടൽ മോഷനകത്ത് 3 എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കും. ഇനി റൊട്ടേഷണൽ മോഷൻ നോക്കുമ്പോൾ, റൊട്ടേഷണൽ മോഷനെ നമ്മൾ രണ്ട് രീതിയിൽ കാണണം. റൊട്ടേഷൻ എന്ന് പറയുന്നത് ദ റൊട്ടേഷണൽ മോഷൻ ഈസ് എബൌട്ട് ആൻ ആക്സിസ്. റൊട്ടേഷൻ എപ്പോഴും നടക്കുന്നത് ഒരു ആക്സിസ് വിത്ത് റെസ്പെക്ട് ചെയ്താണ്, എബൌട്ട് ആൻ ആക്സിസ് ആണ് നടക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു മോളിക്യൂൾ എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഈ മോളിക്യൂളിനെ നമുക്ക് 3 രീതിയിലുള്ള ആക്സിസ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഒരു ആക്സിസ് ഈ ബോണ്ട് ആക്സിലൂടെ കടന്നു പോകുന്ന ആക്സിലൂടെ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബോണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് ആക്സിസിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ എന്ത് സംഭവിക്കും? ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. ഇനി നമ്മൾ മോളിക്യൂൾസിന്റെ കാര്യം എടുക്കുമ്പോൾ, മോളിക്യൂളുകളെ ജനറൽ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ആ മോളിക്യൂളിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച്, ദാറ്റ് ഈസ് കോൾഡ് ലീനിയർ മോളിക്യൂൾ and another one is called non-linear molecule. Linear molecule എന്നും non-linear molecule എന്നും. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലീനിയർ മോളിക്യൂൾ എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ബൈ യൂസിങ് എ ലൈൻ വി ക്യാൻ റെപ്രസെന്റ് ദിസ് പെർട്ടിക്കുലർ മോളിക്യൂൾ. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂൾ എക്സാമ്പിൾ ആണ്. നോൺ ലീനിയർ മോളിക്യൂൾ എക്സാമ്പിൾ, വെൽ നോൺ എക്സാമ്പിൾ ആയിട്ടുള്ള വാട്ടർ ഒരു ബെൻഡ് ഷേപ്ഡ് മോളിക്യൂൾ ആണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നോൺ ലീനിയർ മോളിക്യൂൾ ആണ്. ഇനി നമ്മളൊരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത്, വൈബ്രേഷൻ എന്ന് പറയുന്നത്, വൈബ്രേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ ദാറ്റ് ഈസ് കോൾഡ് IR സ്പെക്ട്രോസ്കോപ്പി. ഇനി നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെക്ട്രോസ്കോപ്പി എടുക്കുമ്പോൾ സ്പെക്ട്രോസ്കോപ്പിയെ സംബന്ധിച്ചിടത്തോളം ചില സെലക്ഷൻ റൂളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ആ മോളിക്യൂളുകൾ ആ റൂള് ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ സ്പെക്ട്രം കാണിക്കുള്ളൂ. ആ മോളിക്യൂള് ആ ഒരു സെലക്ഷൻ റൂളിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ പറയപ്പെടുന്ന മോളിക്യൂള് IR ആക്ടിവിറ്റി കാണിക്കത്തുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, when you are considering the IR സ്പെക്ട്രോസ്കോപ്പിയുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്, there should be change in dipole moment. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ടാവണം.
എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റ് എന്താന്ന് വെച്ചാൽ എയും ബിയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആറ്റം മറ്റൊരെണ്ണത്തേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ തന്നിലേക്ക് അയച്ചാൽ അവർക്ക് എന്ത് കിട്ടും? കൂടുതൽ നെഗറ്റീവ് ചാർജ് കിട്ടും. സോ അപ്പൊ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ബോണ്ട് കൺസിഡർ ചെയ്താൽ ഇപ്പം എ എന്ന് പറയുന്നത് ബിയേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ എയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് എക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ബിക്ക് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള വ്യത്യാസത്തെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. ആ ഡൈപോളിന്റെ സ്ട്രെങ്തിനെ കാണിക്കുന്ന യൂണിറ്റ് ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മോളിക്യൂൾ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി കാണിക്കണമെങ്കിൽ അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ വൈബ്രേഷണൽ മോഷൻസ് നടക്കുന്ന സമയത്ത് അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. വൈബ്രേഷൻ മോഡ്സ് നടക്കുന്ന സമയത്ത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. അത്തരം കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്താൽ ഓക്സിജൻ എന്ന് പറയുന്നത് കാർബണേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ ഓക്സിജൻ ഒരു ഡെൽറ്റ നെഗറ്റീവ് കിട്ടും, ഈ ഓക്സിജൻ ഒരു ഡെൽറ്റ നെഗറ്റീവ് കിട്ടും, കാർബൺ ഒരു ഡെൽറ്റ പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന് കാർബണിൽ നിന്ന് ഓക്സിജനിലേക്ക് ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട്, ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ ഡൈപോളിന് ഡൈപോൾ മൊമെന്റ് കാണും, ഈ ഡൈപോളിന് മറ്റൊരു ഡൈപോൾ മൊമെന്റ് കാണും. അപ്പോൾ രണ്ട് ഡൈപോളുകളും ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആവുന്നതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു മോളിക്യൂള് വൈബ്രേഷണൽ ആക്റ്റീവ് അല്ലെങ്കിൽ IR സ്പെക്ട്രത്തിൽ ആക്റ്റീവ് ആകണമെങ്കിൽ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഓക്കെ, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് സംഭവിക്കണം. ഇനി നമ്മളൊരു ലീനിയർ മോളിക്യൂൾ എടുക്കുമ്പോൾ ഒരു ലീനിയർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് റൊട്ടേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ഒരു നോൺ ലീനിയർ മോളിക്യൂളിനെ എടുക്കുമ്പോൾ അതിന്റെ റൊട്ടേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു ലീനിയർ മോളിക്യൂൾ എടുത്തിട്ട് അതിന്റെ ബോണ്ട് ആക്സിസിൽ വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റ് ചെയ്താൽ അതിന്റെ ഡൈപോൾ മൊമെന്റ് ആയിക്കോട്ടെ, അതിന്റെ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, യാതൊരു ചേഞ്ചസ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ബോണ്ട് ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേഷണൽ മോഷനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ലീനിയർ മോളിക്യൂളിന്റെ റൊട്ടേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 2 ആണ്. നോൺ ലീനിയർ മോളിക്യൂളിന്റെ റൊട്ടേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി റിമൈനിങ് എന്തേ ഉള്ളൂ? വൈബ്രേഷണൽ മോഡ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറയുന്നത് 3n ആണെങ്കിൽ അതിനകത്ത് ഒരു ലീനിയർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷണൽ മോഷൻ 3 എണ്ണം വന്നു, റൊട്ടേഷണൽ മോഷൻ 2 എണ്ണം വന്നു. അപ്പൊ വൈബ്രേഷണൽ മോഡ് എന്ന് പറയുന്നത് 3n - 5 ആയിരിക്കും. ദെൻ നമ്മളൊരു നോൺ ലീനിയർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്താൽ നോൺ ലീനിയർ മോളിക്യൂളിൽ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത് 3 ആണ്, റൊട്ടേഷണൽ മോഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം അതിന്റെ വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 3n - 6 ആയിരിക്കും. ദെൻ ഇനി നമ്മളൊരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ലീനിയർ മോളിക്യൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് that is equal to 3n - 5 ആയിരിക്കും. കാരണം എന്താണ്? ലീനിയർ മോളിക്യൂളാണ്. സോ അപ്പൊ എന്ത് സംഭവിക്കും? 3 × 3, കാരണം 3 ആറ്റംസ് -5, 9 - 5 = 4 വൈബ്രേഷണൽ മോഡ്സ്. 4 വൈബ്രേഷണൽ മോഡ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ വൈബ്രേഷൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ വൈബ്രേഷൻസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ബെൻഡിങ് വൈബ്രേഷൻസ്. സ്ട്രെച്ചിങ് വൈബ്രേഷനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. One is called a symmetric stretching, another one is called asymmetric stretching. Then bending vibration ആണെങ്കിൽ നമുക്ക് 4 different types of bending vibrations ഉണ്ട്.
സിസറിങ്, വാഗിങ്, ട്വിസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന 4 തരത്തിലുള്ള ബെൻഡിങ് വൈബ്രേഷൻസ് ഉണ്ട്. ഒരു മോളിക്യൂൾ എടുത്താൽ ആ മോളിക്യൂളിനകത്ത് സ്ട്രെച്ചിങ് വൈബ്രേഷന്റെ എണ്ണം എന്ന് പറയുന്നത് n-1 ആയിരിക്കും. റിമൈനിങ് എന്ന് പറയുന്നത് ബെൻഡിങ് വൈബ്രേഷൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂളെ നോക്കുമ്പോൾ, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നോക്കുമ്പോൾ 4 വൈബ്രേഷണൽ മോഡ്സ് ഉണ്ട്, 3 ആറ്റമാണ്. അപ്പൊ 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പൊ റിമൈനിങ് എത്രയാണ്? മൊത്തം വൈബ്രേഷൻ മോഡ് 4 ആണെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ക്ലിയർ? ബെൻഡിങ് വൈബ്രേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ലീനിയർ ആയതുകൊണ്ട് അതിനകത്തുള്ള വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4 ആയിരുന്നു. അതിനകത്ത് 2 സ്ട്രെച്ചിങ് ആണ്, പിന്നെ 2 ബെൻഡിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ സ്ട്രെച്ചിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ, സ്ട്രെച്ചിങ്ങിന് നമ്മൾ പറഞ്ഞു സിമെട്രിക് സ്ട്രെച്ചിങ് വരാം, അസിമെട്രിക് സ്ട്രെച്ചിങ് വരാം. സോ നമ്മളൊരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുത്താൽ സോ ഇതിനെ സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ സിമെട്രിക് സ്ട്രെച്ചിങ്, 2 വശത്തേക്കും ഒരേ രീതിയിൽ വലിക്കുന്നു അല്ലെങ്കിൽ ഒരേ രീതിക്ക് കംപ്രസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇതിനെ നമുക്ക് എങ്ങനെ, ഒന്നെങ്കിൽ ഇങ്ങനെ, ദിസ് ഈസ് കോൾഡ് സിമെട്രിക്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2നെയും അകത്തേക്ക് സ്ക്യൂസ് ചെയ്യുന്നു, 2നെയും അകത്തേക്ക്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സിമെട്രിക്. കാരണം ഒരേപോലെയാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എന്തിനു വിളിക്കുന്നത്? ദിസ് ഈസ് കോൾഡ് സിമെട്രിക് സ്ട്രെച്ചിങ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ സിമെട്രിക് സ്ട്രെച്ചിങ്ങിനകത്ത് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട്, ഇവിടെ മറ്റൊരു ഡൈപോൾ ഉണ്ട്, ഇവിടെ ഡൈപോൾ ഉണ്ട്, ഇവിടെ മറ്റൊരു ഡൈപോൾ ഉണ്ട്. ഈ ഡൈപോളിന്റെ വാല്യൂവിൽ വ്യത്യാസം വരത്തില്ല. കാരണം എന്താണ്? ഈ ഡൈപോളും ക്യാൻസൽ ആയിപ്പോ മ്യൂച്വൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0. ഈ ഡൈപോൾ മൊമെന്റും ക്യാൻസൽ, ഓപ്പോസിറ്റ് ഈച്ച് ക്യാൻസൽ ആവും. മ്യൂച്വൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആവും. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആണ്. രണ്ടാമത്തെ കാര്യം അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുത്താൽ ഒരു ബോണ്ട് സ്ട്രെച്ച് ആവുമ്പോൾ ഒരു സൈഡിലേക്ക് വലിയുമ്പോൾ മറ്റേ ബോണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റേ ബോണ്ട് കംപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഇവിടെ മറ്റൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഈ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂം ഈ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂം ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡെൽറ്റ പോസിറ്റീവ്, ഡെൽറ്റ നെഗറ്റീവ്. ഈ ചാർജും സെയിം ആണ്, ചാർജ് സെപ്പറേഷനുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ചാർജ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് കുറവാണ്, ഇവിടെ ചാർജ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്? അവിടെ ഡൈപോൾ മൊമെന്റ് ക്യാൻസലേഷൻ സംഭവിക്കില്ല. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതെന്ന് പറയുന്നത് IR ആക്റ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ബെൻഡിങ് എടുത്താല് നമ്മൾ 2 രീതിയിലുള്ള ബെൻഡിങ് വൈബ്രേഷൻസിനെ കാണിക്കാം. ഫോർ എക്സാമ്പിൾ സിസറിങ് കാണിക്കാം, വാഗിങ് കാണിക്കാം, ട്വിസ്റ്റിംഗ് കാണിക്കാം, ഏത് വേണമെങ്കിലും കാണിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുത്തു. സിസറിങ്, അതായത് ഒരു കത്രിക അകത്തോട്ട് വരുന്നത് പോലെ വരുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? This bond will come inside, so it will form like a scissor. So it's an example of a scissoring motion. So open സംഭവിക്കും, ഈ കാർബൺ എന്ന് പറയുന്നത് മുകളിലോട്ട് പോകും. കാരണം ഇത് ഒരു സിസറിന്റെ 2 വാൽ ഇങ്ങോട്ട് പോകും, നടുക്കത്തെ ഭാഗത്തിന്റെ മുകളിലേക്ക് പോകും. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബെൻഡിങ് വൈബ്രേഷൻ. പിന്നെ വേണേൽ എന്ത് സംഭവിക്കാം? ട്വിസ്റ്റിംഗ് സംഭവിക്കാം, വാഗിങ് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ ഈ 2 ബോണ്ട് നേരെ താഴോട്ട് വരുന്നു, ഈ ഒരു ബോണ്ട് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ബെൻഡിങ് സംഭവിക്കാം. സിസറിങ് സംഭവിക്കാം, വാഗിങ് സംഭവിക്കാം, ട്വിസ്റ്റിംഗ് സംഭവിക്കാം. ഇവിടെ 2 നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പൊ ഇതൊരു സിസറിങ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഈ മോളിക്യൂൾ ഈ ഒരു ഫോമിലേക്കാണ് മാറുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഡൈപോൾ ഉണ്ട്, ഇവിടെ ഡൈപോൾ ഉണ്ട്. ഡൈപോൾ മൊമെന്റ് ക്യാൻസലേഷൻ സംഭവിക്കില്ല. ഓൾറെഡി ഇവിടെ ഡൈപോൾ മൊമെന്റ് 0 ആയിരുന്നു, ഇവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് സംഭവിച്ച അവിടെ ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇത് രണ്ടും എന്താകും? ഇത് രണ്ടും IR ആക്റ്റീവ് ആകും. ദെൻ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മോഷന്റെ വേണ്ട എനർജിയും ഈ ഒരു മോഷന് വേണ്ട എനർജിയും ഈക്വൽ ആണ്. അല്ലെ, ഈ 2 മോഡ്സിനും വേണ്ട എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവയെ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റ് പെയർ. അതായത് എനർജി ഒരേ പേരുള്ള പെയറുകളെ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റ് പെയർ. ദെൻ IR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ ഒരു വൈബ്രേഷണൽ മോഡ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വേവ് നമ്പറിന്റെ ടൈമിലാണ്. അതായത് μ bar is equal to
1/2πc ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ ബൈ ന്യൂ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. കെ എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, അതായത് ബോണ്ടിന്റെ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്. കെ വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞാൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നു. മ്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ആണ്, അതായത് ഒരു സിസ്റ്റത്തിന്റെ പല ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടി മൊത്തം കമ്പൈൻ ചെയ്യുന്ന റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. മ്യൂ എന്ന് പറയുന്നത് വേവ് നമ്പർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ ഇത് കാണിക്കുന്ന ഒരു ഫ്രീക്വൻസി അല്ലെ വേവ് നമ്പർ എന്ന് പറയുന്നത് 667 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഈ പറയപ്പെടുന്ന അസിമെട്രിക് എന്ന് പറയുന്നത് കാണിക്കുന്നത് സിമെട്രിക് വിൽ ബി ഇൻ 2349 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഈ പറയപ്പെടുന്ന സിമെട്രിക് എന്ന് പറയുന്നത് 1300 സെന്റിമീറ്റർ ഇൻവേഴ്സ്. പക്ഷേ ഈ പറയപ്പെടുന്ന സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്ന മോഡ് IR ടൈമിൽ കാണാൻ പറ്റില്ല. കാരണം അവിടെ എന്തുണ്ടാവുന്നില്ല, അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് സംഭവിക്കുന്നില്ല. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നത് വൈബ്രേഷണൽ മോഡ്സ് കണ്ടുപിടിച്ചു, വൈബ്രേഷൻ മോഡിനെ വരച്ചു. അതിന് മുമ്പായിട്ട് നമ്മൾ അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് തിയറി കൂടി കണ്ടു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മുടെ ചാനലുകളെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിൾ ആണ്. നിങ്ങൾ ആ പേജ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. As a token of gratitude, please like to this particular video, share with your friend, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.